ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കാരുണ്യ സന്ദേശത്തിൻ്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മാതൃകകളിലൂടെ സഞ്ചരിച്ച് അതിനെ പിന്തുടർന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹുമിൻ്റെ മഹിതമായ ചരിതങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ആർദ്രം അതിൻ്റെ എപ്പിസോഡുകളിലൂടെ. സ്വഹാബത്തിൻ്റെ കാരുണ്യത്തെ ദ്യുതിപ്പിക്കുന്ന ഒരു ചരിത്രം മാത്രം പറയാനാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയിലിരിക്കുന്നു. ആ സമയത്ത് അനാഥയായ ഒരു ചെറുപ്പക്കാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് കടന്നു വരുന്നു. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, എനിക്കൊരു ഈന്തപ്പനയുടെ തോട്ടമുണ്ട്. ആ തോട്ടത്തിന് വേലി കെട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ആ തോട്ടത്തിൻ്റെ അതിരിലുള്ള ഒരു ഈന്തപ്പന അതെൻ്റെ അയൽവാസിയുടേതാണ്. ഞാൻ അദ്ദേഹത്തിനോട് ആ ഈന്തപ്പന എനിക്ക് വിട്ടുതരാൻ പറഞ്ഞു. അതിനദ്ദേഹം സമ്മതിച്ചില്ല. ഞാനത് വാങ്ങിക്കോളാമെന്ന് പറഞ്ഞു. അതിനും അദ്ദേഹം സമ്മതിച്ചില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ഈന്തപ്പനത്തോട്ടത്തിന് വേലി കെട്ടാൻ സാധിക്കുന്നില്ല. യതീമായ ഒരു വ്യക്തിയുടെ ഈ പ്രതിസന്ധിയെ അറിഞ്ഞപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ അയൽവാസിയെ വിളിച്ചു കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ അയൽവാസി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധിയിലെത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തോട് ആ ഈന്തപ്പന വിട്ടുകൊടുക്കാൻ പറഞ്ഞു. അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. അല്ലെങ്കിൽ അതിനെ വിൽക്കാൻ പറഞ്ഞു. അതിനും ആ അയൽവാസി സമ്മതിച്ചില്ല. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഈന്തപ്പനയ്ക്ക് പകരമായി സ്വർഗത്തിൽ ഞാൻ വലിയ ഒരു ഈന്തപ്പന തോട്ടം തന്നെ സമ്മാനം തരാം. 100 വർഷങ്ങളോളം നടന്നാലും അതിർത്തിയെത്താത്ത രീതിയിലുള്ള വലിയ ഈന്തപ്പനത്തോട്ടം നിങ്ങൾക്ക് ഞാൻ സ്വർഗത്തിൽ വാഗ്ദാനം നൽകുന്നു. പക്ഷേ ആ അയൽവാസിയായ വ്യക്തിയുടെ കണ്ണ് അപ്പോഴും തൻ്റെ ദുനിയാവിലെ നേട്ടങ്ങളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനും അദ്ദേഹം വിസമ്മതിച്ചു. ഇത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സ്വഹാബി വര്യറായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയെ, ആ ഈന്തപ്പന ഞാൻ വാങ്ങിയിട്ട് ഈ അനാഥയായ യുവാവിന് സമ്മാനിച്ചാൽ നിങ്ങൾ അയൽവാസിക്ക് വാഗ്ദാനം ചെയ്തു കൊടുത്ത സ്വർഗീയ ഈന്തപ്പനത്തോട്ടം എനിക്ക് ലഭിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതെ. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു ഉടനെ അയൽവാസിയായ വ്യക്തിയിലേക്ക് തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾ എൻ്റെ ഈന്തപ്പനത്തോട്ടത്തെക്കുറിച്ച് കേട്ടിട്ടില്ലേ? ഉടനെ ആ വ്യക്തി പറഞ്ഞു, നിങ്ങളുടെ ഈന്തപ്പനത്തോട്ടം മദീനയിലാകെ വിസ്തൃതമാണ്. അതിൽ 600-ലധികം ഈന്തപ്പന മരങ്ങളുണ്ട്. ധാരാളം വെള്ളമുള്ള കിണറുണ്ട്. നല്ല വിസ്തൃതിയുള്ള തോട്ടമാണത്. ഇങ്ങനെ ആ തോട്ടത്തിൻ്റെ വിശേഷണങ്ങൾ ധാരാളമായി ഈ അയൽവാസിയായ വ്യക്തി പറഞ്ഞു. ഉടനെ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങൾ ഈ ചെറുപ്പക്കാരന് വിട്ടുകൊടുക്കാമെന്ന് പറഞ്ഞ ആ ഒരൊറ്റ ഈന്തപ്പന എൻ്റെ ഈ തോട്ടത്തിന് പകരമായി എനിക്ക് വിൽക്കാമോ? ആ അയൽവാസിയായ മനുഷ്യൻ ഞെട്ടിപ്പോയി. അദ്ദേഹം അത്ഭുതത്തോടുകൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് നോക്കി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിലേക്ക് നോക്കിയപ്പോൾ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, അങ്ങ് വാഗ്ദാനം ചെയ്ത സ്വർഗത്തിലെ ആ ഒരു ഈന്തപ്പനത്തോട്ടത്തിന് പകരം ഞാൻ എൻ്റെ ഈ ഈന്തപ്പനത്തോട്ടം ഇദ്ദേഹത്തിൻ്റെ ഒരു ഈന്തപ്പനയ്ക്ക് പകരമായി ഞാൻ നൽകുകയാണ്. തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു, എനിക്ക് ആ ഈന്തപ്പനത്തോട്ടം സ്വർഗത്തിൽ ലഭിക്കുകയില്ലയോ? നബി തങ്ങൾ പറഞ്ഞു, ഇല്ല. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു അത്ഭുതത്തോടെ നബി തങ്ങളുടെ മുഖത്തേക്ക് നോക്കി. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് ആ ഒരു തോട്ടം ലഭിക്കില്ലെന്നാണ് പറഞ്ഞത്. അതേസമയം സ്വർഗത്തിൽ നിങ്ങൾക്കായി അനേകം ഈന്തപ്പനത്തോട്ടങ്ങൾ ഒരുങ്ങി തയ്യാറെടുത്ത് കാത്തു നിൽക്കുന്നുണ്ട്. അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിന് സന്തോഷമായി. അവിടുന്ന് വീട്ടിലേക്ക് മടങ്ങി ഭാര്യയോട് പറഞ്ഞു, ഞാൻ എൻ്റെ ഈന്തപ്പനത്തോട്ടം വിറ്റിട്ടുണ്ട്. ഭാര്യ ബിസിനസ്സിൽ പരിചയമുള്ള വ്യക്തിയായിരുന്നു. ഭാര്യ ചോദിച്ചു, നിങ്ങൾ എത്ര രൂപയ്ക്കാണത് വിറ്റത്? അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്വർഗത്തിലെ ഈന്തപ്പനത്തോട്ടത്തിന് പകരമായി ഞാൻ ആ ഈന്തപ്പനത്തോട്ടം വിറ്റിട്ടുണ്ട്. ഭാര്യ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുഖത്തേക്ക് നോക്കി
അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും പറഞ്ഞു, നിങ്ങൾ നടത്തിയ കച്ചവടം അത്ഭുതാവഹമായ, സന്തോഷകരമായ, ഏറ്റവും നല്ലതായ കച്ചവടമാണ്. ഈ ചരിത്രത്തിൽ സാധുവായ ഒരു അനാഥയായ മനുഷ്യൻ്റെ ആവശ്യം പരിഗണിക്കുന്നതിനും അതിനെ പൂർത്തീകരിച്ചു കൊടുക്കുന്നതിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വലിയ പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നു. ആ വലിയ പ്രതിഫലത്തെ പ്രതീക്ഷിച്ചും തൻ്റെ സഹോദരനായ ഈ വ്യക്തിയെ സഹായിക്കുന്നതിന് വേണ്ടിയും അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹു മദീനയിലാകമാനം വിസ്തൃതമായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും വലിയ ഈന്തപ്പനത്തോട്ടം ആ യതീമായ വ്യക്തിയുടെ അയൽവാസിയുടെ ഒരൊറ്റ ഈന്തപ്പനയ്ക്ക് പകരമായി വെച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് സഹായഹസ്തങ്ങൾ എങ്ങനെയാണെന്ന് പഠിച്ച് മനസ്സിലാക്കിയ സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും അതിനെ പ്രാവർത്തികമാക്കുന്ന രൂപമാണ് ഞാനിവിടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തന്നത്. യതീമായ ഒരു യുവാവിനെ സഹായിക്കാൻ തൻ്റെ ഏറ്റവും വിലപ്പെട്ട തോട്ടം തന്നെ കച്ചവടം ചെയ്യാൻ, അല്ലെങ്കിൽ ഒരൊറ്റ ഈന്തപ്പനയ്ക്ക് പകരം 600 ഈന്തപ്പനകളെ ഒന്നിച്ചു നൽകാൻ തയ്യാറായ അബൂ ദഹ്ദാഹ് റളിയല്ലാഹു അൻഹുവിൽ കാരുണ്യത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ അതിതീക്ഷ്ണമായ ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനിയും സഹാബത്തിൻ്റെ ഉദാര മനസ്കതയുടെയും കാരുണ്യത്തിൻ്റെയും കഥകൾ നീണ്ടു കിടക്കുകയാണ്. അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.